ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കവർച്ച കേസ് കേവലം ഒരു മോഷണം എന്ന നിലയിൽ നിന്നും മാറി കേരള രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും പിടിച്ചുലയ്ക്കുന്ന വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അന്വേഷണം നീളുന്നതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആത്മീയതയുടെ മറവിൽ നടന്ന ഈ മഹാകൊള്ളയുടെ ചുരുളഴിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമായ പല അറസ്റ്റുകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ കണ്ണി 2025 ദേവസ്വം ഭരണ സമിതിയുടെ തീരുമാനങ്ങളാണ്. PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ നടന്ന ചില അസാധാരണമായ നടപടികൾ പോലീസിന്റെ സംശയത്തിന് ആക്കം കൂട്ടുന്നു. ശബരിമലയിലെ ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനായി ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകിയ നടപടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ കർശനമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ശില്പങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്നതിന് വ്യക്തമായി മറുപടി നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥർ തൂക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് കൈമാറിയതെന്ന് പ്രശാന്ത് അവകാശപ്പെടുമ്പോഴും കൃത്യമായ ഇൻവെന്ററി രേഖകളുടെ അഭാവം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തന്ത്രിയുടെ ആളെന്ന പരിഗണനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ആസ്ഥാനത്ത് അമിത സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന പ്രശാന്തിന്റെ മൊഴി അന്വേഷണം തന്ത്രി കുടുംബത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. പോറ്റിക്ക് ലഭിച്ച ഈ അമിത പ്രിവിലേജ് ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയോടെയാണെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വാർത്തയാണ്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കടകംപള്ളിക്ക് കൊള്ളയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നാണ് SIT പരിശോധിക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ താൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമേ അറിയൂ എന്നും സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നുമുള്ള നിലപാടിൽ കടകംപള്ളി ഉറച്ചു നിന്നു. എന്നാൽ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടികളിൽ വലിയ തോതിലുള്ള അവ്യക്തത നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഭരണതലത്തിലുള്ള ഒരു ഉന്നതന്റെ സംരക്ഷണമില്ലാതെ ഇത്രയും വലിയൊരു കൊള്ള ശബരിമലയിൽ സാധ്യമല്ലെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. ശബരിമലയിലെ സ്വർണം കടത്തിയത് കേവലം സ്വർണമായി വിൽക്കാനല്ല, മറിച്ച് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയായിരുന്നു എന്ന കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. തമിഴ്നാട് സ്വദേശികളായ D മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ഇഞ്ചക്കലിലെ ഓഫീസിൽ വെച്ച് 8 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ശ്രീകൃഷ്ണൻ എന്ന പ്രതി ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന ഇറിഡിയം തട്ടിപ്പ് സംഘത്തിന്റെ തലവനാണ്. ശബരിമലയിലെ പുരാതന ലോഹക്കൂട്ടുകളും സ്വർണവും ചേർത്ത് അത്ഭുത ലോഹങ്ങൾ നിർമ്മിച്ച് കോടികൾ തട്ടാനാണ് ഇവർ ലക്ഷ്യമിട്ടതെന്ന് സംശയിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സംഘവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോയി സ്വർണം മാറ്റുന്നതിന് പകരം മിശ്രിതങ്ങൾ വെക്കുന്നതിനും ഇടനിലക്കാരായി നിന്നത് ഈ തമിഴ്നാട് സംഘമാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേസിൽ പല ഉന്നതരുടെയും പങ്ക് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. PS പ്രശാന്തിന് പുറമെ മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ പത്മകുമാർ, N വാസു, മുൻ ബോർഡ് അംഗം N വിജയകുമാർ എന്നിവരും നിലവിൽ അന്വേഷണ പരിധിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർക്കുണ്ടായിരുന്ന അവിശുദ്ധ ബന്ധമാണ് അന്വേഷണ വിഷയം. അറസ്റ്റിലായ ഇറിഡിയം സംഘങ്ങളെയും ഈ മുൻ ഭരണാധികാരികളെയും ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യാനാണ് SITയുടെ പ്ലാൻ. സ്വർണം എവിടേക്ക് കടത്തി, ആർക്കൊക്കെ ഇതിന്റെ പങ്ക് ലഭിച്ചു, എത്ര കാലമായി കൊള്ള നടക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇതിലൂടെ ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിനുണ്ടായ പരാജയവും ഇതിലൂടെ പുറത്തുവരും. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കേസ് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുന്ന റിപ്പോർട്ട് LDF സർക്കാരിന്റെ ഭാവി തന്നെ നിശ്ചയിക്കാം. കോടതിയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു വിമർശനം ഉണ്ടായാൽ പോലും അത് സർക്കാരിനെതിരെ വലിയ ജനരോഷത്തിനും കാരണമാകും. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം വിശ്വാസികൾക്കിടയിൽ സർക്കാരിനുള്ള പ്രതിച്ഛായ വീണ്ടും മോശമാകാൻ ഈ കേസ് കാരണമായേക്കാം. പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഈ വിഷയം ഉയർത്തി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണം മന്ദഗതിയിലാണെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത്. ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച ലോഹക്കൂട്ടുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഈ കേസിലെ ഏറ്റവും വലിയ കാർഡ്. നിലവിലെ വിഗ്രഹങ്ങളിൽ സ്വർണത്തിന് പകരം വ്യാജ മിശ്രിതങ്ങളാണ് ഉള്ളതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മിശ്രിതങ്ങളുടെ രാസഘടന പരിശോധിക്കുന്നതിലൂടെ അത് തമിഴ്നാട് സംഘം മുൻപ് തട്ടിപ്പിന് ഉപയോഗിച്ചവയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. കൂടാതെ D മണിയുടെ യാത്രാരേഖകളും CCTV ദൃശ്യങ്ങളും പോറ്റിയുമായുള്ള ബാങ്ക് ഇടപാടുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും SIT നോക്കുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. SIT തലവന്റെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട്. മൊഴികളിലെ വൈരുദ്ധ്യം കാരണം കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും D മണിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശില്പങ്ങൾ കൈമാറിയതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ ചേർക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് കേവലം ഒരു ക്രൈം സ്റ്റോറി എന്നതിലുപരി അധികാരവും ഭക്തിയും ക്രിമിനൽ മാഫിയയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കഥയായി മാറുകയാണ്.
ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ മുതൽ ദേവസ്വം ഭരണാധികാരികൾ വരെ ഈ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെന്ന സൂചനകൾ ഭക്തലക്ഷങ്ങളെ ആശങ്കയിലാക്കുന്നു. അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ശക്തമായതോടെ സത്യം എത്രയും വേഗം പുറത്തു കൊണ്ടുവരുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. വിശ്വാസത്തെ വിൽക്കാൻ ശ്രമിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഈ അന്വേഷണം പൂർണ്ണതയിൽ എത്തേണ്ടതും അനിവാര്യമാണ്.